ഹലോ ഫ്രണ്ട്സ്, ഞാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രീവ്യൂ കാണുന്ന രീതിയിലുള്ള ഓണം സെലിബ്രേഷൻ പോസ്റ്റർ മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു 4:5 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. റെസൊല്യൂഷൻ 180p സെലക്ട് ചെയ്യുക. ഫ്രെയിം റേറ്റ് 60 FPS കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് ഉപയോഗിച്ച മെറ്റീരിയൽസിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു മാവേലിൻ്റെ PNG ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട്. ഇവിടെ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു PNG നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വരില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു 4:5 നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ശേഷം നിങ്ങൾ അടുത്തൊരു PNG ആഡ് ചെയ്യാം. അടുത്ത് നമ്മൾ ഈ ഒരു തിമിർത്തോണം എന്നുള്ള ഫോണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ PNG ആണ്, അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി ഗൈസ്, അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പാർക്കിൻ്റെ PNG ആഡ് ചെയ്യണം. അതിനോട് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ഇതാണ് ആ ഒരു PNG. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റി സെലക്ട് ചെയ്തിട്ട് ലൈറ്റൻ കൊടുത്തിട്ട് അതിൽ ഒരു ലൈറ്റൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ആഡായി. ഇനി നമുക്ക് ഇവിടെ മുകളിലായിട്ട് നമ്മുടെ കൊളൈൻ്റെ നെയിമും അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ നെയിമും ജസ്റ്റ് പ്രസൻസ് എന്നുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾ ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. സ്കൂൾ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനൊരു സെൻട്രൽ ലൈൻ ചെയ്തു. ശേഷം ഞാൻ ഈ ഒരു ഫോണ്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ സൈസ് ഞാൻ ഏകദേശം 16 കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ശേഷം കളർ ആൻഡ് ഫില്ലിൽ വരിക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ ഒരു ഗ്രേഡിയൻറ്റിൽ ഈ ഒരു കളർ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റിലൊരു യെല്ലോ പോലത്തെ ഒരു കളർ കൊടുക്കുകയാണ്. ശേഷം അതൊന്ന് മൂവ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. അതുപോലെ നമുക്ക് ഞാൻ ടീമിൻ്റെ നെയിം ആഡ് ചെയ്യാം. ടീമിൻ്റെ നെയിം ആഡ് ചെയ്തു, സെൻട്രൽ ലൈൻ ചെയ്തു. ഞാൻ ആ ഒരു ഫോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ശേഷം അതിൻ്റെ സൈസ് ഞാൻ ഏകദേശം ഒരു 18 കൊടുത്തിട്ടുണ്ട്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ കളർ ആൻഡ് ഫില്ലിൽ വന്നിട്ട് ഗ്രേഡിയൻറ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു യെല്ലോ കളർ ആഡ് ചെയ്യുക. യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ താഴെ പ്രസൻസ് എന്ന് ആഡ് ചെയ്യണം. എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രസൻസ് എന്നുള്ള ലിസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലെമൺ മിൽക്ക് പറഞ്ഞ ഫോണ്ടാണ് കൊടുക്കുന്നത്. ശേഷം അതിൻ്റെ കളർ ഞാൻ ഒരു വൈറ്റ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ശേഷം അതിൻ്റെ സൈസ് ഞാൻ ഏകദേശം ഒരു 10 കൊടുക്കുന്നുണ്ട്. ശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. ശേഷം അത് മൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സെൻട്രലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും താഴെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൊടുക്കണം. അതിന് വേണ്ടി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കമ്മിങ് സൂൺ എന്നുള്ള ജസ്റ്റ് കൊടുത്തിട്ടു. ഓക്കെ, ശേഷം ഞാൻ ഈ ഒരു ലെമൺ മിൽക്ക് പറഞ്ഞ ഫോണ്ടിനെ കൊടുക്കുന്നത്. അതിൻ്റെ സൈസ് ഞാൻ ഏകദേശം ഒരു 9 കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിൻ്റെ കളറ് വൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ എഡിറ്റിംഗ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റി കുറച്ച് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.